JDT സ്റ്റാഫ് ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര മികച്ച ഗംഭീരമായ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ വന്നിട്ട് ഞങ്ങൾ JDT ഏകദേശം 15 വർഷത്തോളാവുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാഫ് ഡേ ഇതുപോലെ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. പലരും പല ഫ്യൂഷൻ ഐറ്റംസും പിന്നെ ഫണ്ണി ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര നന്നായിട്ട് സ്റ്റേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ഈ ഒരു പ്രോഗ്രാമിനുണ്ടായിരുന്നത്. പിന്നെ നല്ല തീം വെച്ചിട്ട് കാവ്യാവിഷ്കാരവും അതുപോലെയുള്ള തീം വെച്ചിട്ടുള്ള പെർഫോമൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു. അതുപോലെ ഏകദേശം JDTയിൽ 1000-ഓളം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവരുടെ എല്ലാവരുടെയും ഫാമിലിനെ ഒന്നിച്ച് കാണുവാൻ ഇൻട്രാക്ട് ചെയ്യാനും ഉള്ളൊരു സ്പേസ് കൂടിയായി ഈ ഒരു JDT ഫാമിലി മീറ്റ് സ്റ്റാഫ് ഡേ. അപ്പം അങ്ങനെ ഭയങ്കര മികച്ച ഗംഭീരമായിട്ടൊരു പ്രോഗ്രാമായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നു നമ്മളെന്തുകൊണ്ടാണ് ഈ ഒരു പെർഫോമൻസ് കിട്ടിയത്? ഇത് ഞങ്ങളുടെ കോളേജിൽ സ്റ്റാഫ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. ഒരു തിരുവാതിരക്കളിയും അതുപോലെ അതിനോട് ഫ്യൂഷൻ ചെയ്തിട്ട് മോഹിനിയാട്ടവും പിന്നെ ഒരു കേരളത്തിൻ്റെ ഭാഗത്തും കേരളത്തിൻ്റെ തനിമയും ഒരുമയും അതുപോലെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗം ചെറുതായിട്ടായി അതിൻ്റെ എൻഡോ പ്രസിഡൻ ഒരു നമ്മുടെ ഒരു ചെറിയൊരു മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് എടുത്തിട്ടില്ല, കാരണം നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിലൂടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ ഭയങ്കര മികച്ച ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഇന്നത്തെ പല ആളുകളും ഭയങ്കര സർപ്രൈസ്ഡായി. പിന്നെ പ്രായമുള്ളവരും അതുപോലെ എല്ലാ ലെവലിലും ഹൈ ലെവൽ മുതൽ എല്ലാ ലെവലിലും ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ കഴിവുകൾ അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇതൊരു ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ചില ആളുകളുടെ ലൈഫിൽ ആദ്യമായിട്ടുള്ള സ്റ്റേജ് പെർഫോമൻസും കൂടിയായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു പെർഫോമൻസിൻ്റെ വിശേഷങ്ങളുമായിട്ട് പതിവാണ്. അതിനകത്ത് ഏറ്റവും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു മെഗാ പ്രൈസ് ഉണ്ടായിരുന്നു, ലക്കി പേഴ്സണ് കിട്ടുന്ന ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെയായിരുന്നു ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല അനുഭവങ്ങളുണ്ടായ ഒരു പ്രോഗ്രാമായിരുന്നു. ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാൻ. ടേക്ക് കെയർ.